കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി പ്രവർത്തിക്കാതായിട്ട് ദിവസങ്ങളാകുന്നു. ഫ്രീസറിന്റെ കംപ്രസർ യൂണിറ്റ് കേടായതിനെ തുടർന്നാണ് മോർച്ചറിയുടെ പ്രവർത്തനം നിലച്ചത്. കായംകുളത്ത് വേറെ എവിടെയും മോർച്ചറി ഇല്ലാത്തതിനാൽ മറ്റുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കേണ്ട ദുരവസ്ഥയാണ് മരണമടയുന്നവരുടെ ബന്ധുക്കൾക്ക് ഉണ്ടാകാറുള്ളത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി പ്രവർത്തനരഹിതമായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. മോർച്ചറിയുടെ ഫ്രീസറിന്റെ കംപ്രസർ യൂണിറ്റ് കേടായതിനെ തുടർന്നാണ് പ്രവർത്തനം നിലച്ചത്. അതേസമയം അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ വൈകുന്നത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നമുക്കൊരു മോർച്ചറി വിങ് ഉണ്ട്, നമുക്കറിയാം. 1.5 മാസമായി ആ മോർച്ചറിയിലെ 4 ഫ്രീസർ സ്റ്റോപ്പായി കിടക്കുകയാണ്. അത് വർക്ക് ചെയ്യുന്നില്ല. സാധാരണക്കാരെ പാവപ്പെട്ട ജനങ്ങള് ഒരാവശ്യമായി വന്നു കഴിഞ്ഞാൽ അവർ പ്രൈവറ്റ് മേഖലയിലേക്ക് പോകേണ്ട ഒരു ഗതി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പല പ്രാവശ്യവും നമ്മളിത് HMC ചർച്ച ചെയ്തിട്ട് ചെയർപേഴ്സണിനെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയർപേഴ്സൺ തന്നെ പറഞ്ഞു, എത്രയും വേഗം നമുക്കത് ശരിയാക്കാം, ആഴ്ച കൊണ്ട് നമുക്ക് ശരിയാക്കി കൊടുക്കാമെന്നു അവിടെ വാക്ക് പറഞ്ഞിട്ട് പോലും ഈ ഭരണ നേതൃത്വം ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ എത്ര രൂപ വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ഫ്രീസർ വഴി നമുക്ക് എത്ര ആൾക്കാരുടെ ഇപ്പോൾ ഈ ചുറ്റുപാടുള്ള ജനങ്ങൾ ആരെങ്കിലും മരണപ്പെടുകയോ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ബോഡി കൊണ്ടുപോകുന്നത് ചുറ്റുപാടുള്ള ഹോസ്പിറ്റലിലേക്കാണ്. അത് വലിയ ചാർജ് കൊടുത്താണ് അവർ ആ ബോഡി അവിടെ വെക്കുന്നത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ഫ്രീസറുമായി ബന്ധപ്പെട്ട് വളരെ അനാസ്ഥയാണ് ഭരണ നേതൃത്വം കാണിക്കുന്നത്. അതിലൊന്നും അവർക്ക് സമയമില്ല. ഹോസ്പിറ്റലിലെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ മോശമായ നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണ നേതൃത്വമാണ്. അവരാർക്കും ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ല. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് ഒരാഴ്ച കൊണ്ട് ശരിയാക്കേണ്ട ഫ്രീസർ 1.5 മാസമായിട്ട് ശരിയാക്കുന്നില്ലെന്ന് പറയുമ്പോൾ ആരാണ് ഇവന് ശരിയാക്കേണ്ടത്? കായംകുളം നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനത്തിന്റെ കൂടുതലാണ് താലൂക്ക് ആശുപത്രി. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് വളരെ നേതൃത്വമാണ്. അവർ വന്നതിന് ശേഷം കായംകുളം താലൂക്ക് ആശുപത്രിയിൽ വളരെ അധപ്പതമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഫ്രീസറിന് എത്രയും വേഗം ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ശക്തമായ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാലപ്പഴക്കത്തെ തുടർന്നാണ് കംപ്രസർ യൂണിറ്റ് തകരാറിലായതെന്ന് സൂചനയുണ്ട്. താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ 4 ഫ്രീസർ യൂണിറ്റുകളുണ്ട്. കുറഞ്ഞ ചെലവിൽ 4 മൃതദേഹങ്ങൾ വരെ സൂക്ഷിക്കുന്നതിന് ഇവിടെ സൗകര്യമുണ്ടായിരുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിൽ ആശ്വാസവുമായിരുന്നു. നാമമാത്ര തുകയാണ് ഫ്രീസറിന് ഈടാക്കുന്നത്. ഒരു ദിവസത്തേക്ക് 600 രൂപ മാത്രമാണ് ഉള്ളത്. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ ഇതിന് ഈടാക്കുന്നത് 1500 രൂപ വരെയാണ്. അതേസമയം കംപ്രസർ യൂണിറ്റ് പുതിയതൊന്നു വെച്ചാൽ മാത്രമേ ഫ്രീസറിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തുകയുള്ളൂ. യൂണിറ്റ് മാറ്റിവെക്കുന്നതിന് കൊട്ടേഷൻ വിളിച്ചിരുന്നു. 1 ലക്ഷം രൂപയിൽ താഴെയുള്ള പ്രവൃത്തികളാണെങ്കിൽ ആശുപത്രി അധികൃതർക്ക് ഇത്തരത്തിൽ കൊട്ടേഷൻ വിളിക്കാൻ കഴിയും. ഇതിന് മുകളിൽ തുക വരികയാണെങ്കിൽ ടെൻഡർ നടപടിയിലേക്ക് പോകണം. ഇപ്പോൾ കൊട്ടേഷൻ നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം 1 ലക്ഷത്തിന് മുകളിലാണ് തുക നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ സർക്കാർ ഏജൻസിയുമുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. സാധാരണ ജനങ്ങൾ പല കാരണങ്ങളാൽ മരണമടയുന്ന സാഹചര്യത്തിൽ വൻതുക കൊടുത്ത് സമീപ സ്ഥലങ്ങളിലെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കായംകുളത്ത് മറ്റെവിടെയും മോർച്ചറി സംവിധാനം ഇല്ലാത്തത് ജനങ്ങൾക്ക് തിരിച്ചടിയുമാണ്. അപകടമരണമോ ആത്മഹത്യയോ മറ്റോ ഉണ്ടായാൽ മൃതദേഹം കൊണ്ടുവെക്കാൻ മറ്റുള്ള സ്ഥലങ്ങളെ തേടി പോകേണ്ട സ്ഥിതിയിലാണ് ജനങ്ങൾ. CDNet ന്യൂസ്, കായംകുളം.